സുഹൃത്തുക്കളെ നമസ്കാരം. എവരിത്തിങ് ഹാപ്പൻസ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അങ്ങനെ VDS ഗവൺമെൻറ്റിൻ്റെ ഒന്നാമത്തെ ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിച്ചു. VDS വിഭാവനം ചെയ്തതുപോലെ തന്നെ ഒരു സ്വപ്ന ബജറ്റാണിത്. ഈ സ്വപ്ന ബജറ്റ് എങ്ങനെയാണ് കേരളത്തിൽ നടപ്പിലാക്കുന്നത് എന്ന് ഉള്ള കാര്യം ഇനി മുന്നോട്ടുള്ള കാര്യങ്ങളിൽ അറിയത്തുള്ളൂ. എന്താണെങ്കിലും കൈയടി നേടുന്ന ഒരു രൂപ പോലും കൂടുതൽ നികുതി പിരിക്കാതെ നടപ്പിലാക്കുന്ന ഒരു ബജറ്റാണിത്. ഈ ബജറ്റ് എങ്ങനെയാണ് അവതരിപ്പിക്കുന്നതെന്ന് പ്രതിപക്ഷം അത്ഭുതത്തോടെ നോക്കിക്കൊണ്ടിരിക്കുന്നു. പ്രതിപക്ഷം ഇടതുപക്ഷ ഗവൺമെൻറ് 10 കൊല്ലം ഭരിച്ചു വരുന്നപ്പോൾ എല്ലാ ബജറ്റിലും നീതി വർധനവിനു വേണ്ടി സാധാരണ ജനങ്ങളെ ഏത് തരത്തിലും നീതി വർദ്ധിപ്പിക്കുന്ന ഒരു ബജറ്റായിരുന്നു പൊതുവിൽ കണ്ടുകൊണ്ടിരുന്നത്. ഇങ്ങനെയുള്ള ബജറ്റ് കണ്ടും എന്തെങ്കിലും വികസന പ്രവർത്തനം എന്നും പറഞ്ഞ് കൊള്ള റെയിലും കൊള്ള ഫോണും ഫോണും എല്ലാം നടപ്പിലാക്കി എന്തെങ്കിലും ബിൽഡിങ്ങുകൾ സ്ട്രക്ചറുകളൊക്കെ ഉണ്ടാക്കി കമ്മീഷൻ അടിക്കുന്ന പരിപാടിയായിട്ടുള്ള ബജറ്റുകളായിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. എന്താണെങ്കിലും ഈ വിഭാവനം ചെയ്തിരിക്കുന്ന സമുദ്ര വിഷൻ, മറൈൻ വിഷൻ, തുറമുഖങ്ങളെയൊക്കെ ബന്ധിപ്പിച്ച് ഒരു 400 കോടിയുടെ പദ്ധതി തുറമുഖ നഗരമാക്കി മാറ്റി വിഴിഞ്ഞം നമ്മളുടെ തീരദേശങ്ങളെ തുറമുഖ നഗരമാക്കി മാറ്റി സിംഗപ്പൂർ പോലെയും ദുബായ് പോലെയും ഈവൻ ന്യൂയോർക്ക് പോലെയും തുറമുഖ നഗരങ്ങളാക്കി മാറ്റി നമ്മുടെ കേരളത്തിൻ്റെ എക്കോണമി വർദ്ധിപ്പിക്കും. അതേപോലെ വ്യവസായികളെയും വിദേശ ഇൻവെസ്റ്റ്മെൻറ്റുകളെയൊക്കെ കേരളത്തിലേക്ക് വരുത്തും. എല്ലാ തരത്തിലും ഉള്ള ഒരു സ്വപ്ന പദ്ധതികളാണ് ഗവൺമെൻറ് വിഭാവനം ചെയ്തിരിക്കുന്നത്. സുഹൃത്തുക്കളെ, യഥാർത്ഥത്തിൽ ഗവൺമെൻറ്റിൻ്റെ ഒരു നയപ്രഖ്യാപന ബജറ്റാണ് ഇത്. ഈ വരുന്ന 5 വർഷക്കാലത്തേക്ക് ഗവൺമെൻറ് എന്തൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു, എങ്ങനെയാണ് ഗവൺമെൻറ്റിൻ്റെ മുന്നോട്ടുള്ള പ്രോഗ്രാമുകൾ എന്നുള്ളതിൻ്റെ ഒരു രൂപരേഖയാണ് ഈ സമർപ്പിച്ചിരിക്കുന്നത്. എന്താണെങ്കിലും സ്വപ്ന പദ്ധതികളെല്ലാം നല്ലത് തന്നെയാണ്. എല്ലാ തലത്തിലും സ്പർശിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി പാവപ്പെട്ട കുടുംബങ്ങൾക്കുള്ള ഇൻഷുറൻസ് പദ്ധതി, ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി, അതോടൊപ്പം തന്നെ വയോജനങ്ങൾക്കുള്ള വകുപ്പ്, കുട്ടികൾ കലാലയത്തെ ആക്രമണങ്ങളിൽ നിന്നും ഗുണ്ടായിസത്തിൽ നിന്നും രക്ഷിക്കാനുള്ള സിദ്ധാർത്ഥ് പദ്ധതി, അതേപോലെ ജെൻസിക്ക് വേണ്ടിയിട്ടുള്ള സ്റ്റാർട്ടപ്പ് പ്രോഗ്രാമിന് വേണ്ടിയുള്ള പദ്ധതികൾ, ലൈറ്റ് മെട്രോ പദ്ധതി, അതോടൊപ്പം ഉൾനാടൻ ജലഗതാഗതം വികസിപ്പിച്ചുകൊണ്ട് ടൂറിസം വികസനത്തിനുള്ള പദ്ധതി, സ്പോർട്സിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് മലപ്പുറത്ത് സ്പോർട്സ് കോംപ്ലക്സ്, അതോടൊപ്പം തന്നെ സിനിമയെ ഒരു വ്യവസായമായി പ്രഖ്യാപനം, ടൂറിസത്തെ ഒരു വ്യവസായമായി പ്രഖ്യാപനം, കുട്ടികൾക്കും മറ്റുള്ള സ്ത്രീ സുരക്ഷയ്ക്കും വേണ്ടിയിട്ട് പോലീസ് സ്റ്റേഷനിൽ SHO ആയിട്ട് സ്ത്രീകളെ നിയമിക്കുക, അതോടൊപ്പം കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കരുതൽ, ബിരുദധാരികൾക്ക് ജോലി കിട്ടാൻ വേണ്ടിയുള്ള പ്രോഗ്രാമുകൾ, ഗ്ലോബൽ ജോബ് വാച്ച് ടവർ, സിദ്ധാർത്ഥിൻ്റെ പേരിലുള്ള ആൻറ്റി റാഗിംഗ് പദ്ധതി പ്രത്യേകം അഭിനന്ദനം അർഹിക്കുന്നു. ജീവനക്കാരുടെ DA ഒക്കെ സമയത്തിന് കൊടുക്കും എന്നും പറഞ്ഞ് ജീവനക്കാർക്ക് ഉള്ള പരിഷ്കരണം, മെഡിസെപ്പ് പരിഷ്കരണം, ഇതെല്ലാം തന്നെ കേരളത്തിൻ്റെ മുഖച്ഛായ മാറ്റുന്ന, കേരള ജനത പ്രതീക്ഷിച്ചിരുന്ന ഒരു കേരളത്തിൻ്റെ ഒരു ഉണർവിൻ്റെ പര്യായമായിട്ട് ആണ് VDS ഗവൺമെൻറ് ഇത് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്, ഈ ബജറ്റ് പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ഈ ബജറ്റ് പ്രഖ്യാപനമെല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നടപ്പിലാക്കും എന്ന് നമുക്ക് വിചാരിക്കാം. അതേപോലെ തന്നെ തുറമുഖ നഗരവും ഗ്ലോബൽ
എയറോഡ്രോം പദ്ധതികളും എല്ലാം തന്നെ കേരളത്തിൻ്റെ മുന്നോട്ടുള്ള പുരോഗതിക്ക് ലക്ഷ്യമാക്കി വെച്ചുകൊണ്ടുള്ള ഒരു സമഗ്രമായ പദ്ധതിയാണ് ഗവൺമെൻറ് സമർപ്പിച്ചിരിക്കുന്നത്. അക്കാദമിക് ടൂറിസവും അതുപോലെ ബിരുദധാരികളും നമ്മുടെ കുട്ടികൾ വിദേശത്തേക്ക് കൊഴിഞ്ഞു പോകുന്നത് നിർത്തിക്കൊണ്ട് കേരളത്തിൽ തന്നെ ഒരു സമഗ്ര വിദ്യാഭ്യാസ മേഖലയുടെ പൊളിച്ചെഴുത്തും ലക്ഷ്യമിടുന്നുണ്ട്. ഈ തുറമുഖ നഗര വികസനത്തിൽ കൂടി തന്നെ ധാരാളം ജോബുകളും ഓപ്പർച്യൂണിറ്റികളും ടൂറിസവും ഇൻ്റേണൽ ടൂറിസവും എക്സ്റ്റേണൽ ടൂറിസവും റിലീജിയസ് ടൂറിസവും ഒക്കെ വികസിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ടെക്നിക്കൽ പരമായിട്ടുള്ള ഒരു പദ്ധതിയാണ്. സ്വപ്നങ്ങൾ കാണാൻ എല്ലാവർക്കും പറ്റും. അത് നടപ്പിലാക്കും എന്നുള്ളൊരു വാഗ്ദാനത്തോടു കൂടിയുള്ള ഒരു വിഭാവനം ചെയ്യുന്ന ഒരു ബജറ്റാണ് VDS ഗവൺമെൻറ് അവതരിപ്പിച്ചത്. എന്താണെങ്കിലും VDS ഗവൺമെൻറ്റിന് ഒരു ആശംസകൾ. എങ്ങനെയാണ് വരും തലമുറയെ കണക്കിലെടുത്ത് ബജറ്റ് അവതരിപ്പിക്കുന്നതെന്ന് കാണിച്ചു തന്നു. VDS ഗവൺമെൻറ്റിന് സ്വപ്ന പദ്ധതികളെല്ലാം നടപ്പിലാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം സുഹൃത്തുക്കളെ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. I am Captain Grandmaster Shaji Matthew. Thank you. Out.